അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലെ 4 മണിയായപ്പോൾ വാപ്പിയും മക്കളൊക്കെ കൂടിയിട്ട് മുറ്റത്ത് ഒരു പന്തിന് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഒരു പന്ത് കൊണ്ട് 2-3 ആൾക്കാരുണ്ട് ഫുട്ബോൾ കളിക്കുക. അങ്ങനെ തന്നെ എനിക്കറിയാം, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അവർ കളിക്കുന്നുണ്ട്, അപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു നമ്മൾ അൽഫാം മേടിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി കുഞ്ഞ് വന്നപ്പോൾ തുടങ്ങിയ പറയലാണ്, ഉപ്പച്ചി വന്നപ്പോൾ തുടങ്ങിയ പറയലാണ് വാങ്ങിച്ചായോ വാങ്ങിച്ചായോ. മുന്നേ പറയൽ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ഉപ്പ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. ഉപ്പ വന്നപ്പോൾ തുടങ്ങിയതാണ് വാങ്ങ് വാങ്ങ് എന്ന് പറയും. സംഭവം ഇത് വാങ്ങുമ്പോൾ ഒരു പേടിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമോൾക്കും മാച്ചൂട്ടനും ഇങ്ങനെ വല്ലതൊക്കെ വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഛർദി വരും, ചിലപ്പോൾ വയറിളക്കം വരും. ഇതിലേതേലും ഒന്ന് വരും. അത് കാരണം പേടിച്ചിട്ടാണ് ഇതൊന്നും വാങ്ങിക്കാത്തത്. അപ്പോൾ അവർക്കിത് കുഞ്ഞൂനിത് വാങ്ങിയേ പറ്റുള്ളൂ. മൂന്നാൾക്കും അതെ, കുഞ്ഞൂന് മാത്രമല്ല, അത് അവരുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുഖത്ത് ഭയങ്കര സന്തോഷമായിട്ടായിരിക്കണം ഇത് കണ്ടപ്പോൾ. അപ്പോൾ കുഞ്ഞും അവൻ്റെ ഉപ്പയും കൂടിയിട്ട് തന്നെ പോയി വാങ്ങിച്ചത്. അപ്പോൾ അൽഫാമും പൊറോട്ടയും കുബൂസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും സന്തോഷം കൊണ്ട് ഓരോരുത്തർ കണ്ണാടൊക്കെ വെച്ചിട്ടായിരിക്കണത്. കുഞ്ഞു ഇനിയിപ്പോൾ വീഡിയോ എടുക്കണ കാരണമാണ് കേട്ടോ, കഴിച്ചു തുടങ്ങിയിട്ടില്ലേ വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരുത്തിയേക്കാണ്, ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അൽഫാം വാങ്ങിച്ചു, പിന്നെ പൊറോട്ടയും കുബൂസും. കഴിയും 2 പ്രാവശ്യം പറയരുത് പറഞ്ഞിട്ട് 2 പ്രാവശ്യം പറയുമ്പോൾ ബോറടിക്കാന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യമൊക്കെ അങ്ങനെ പറഞ്ഞു പോണതാട്ടാ. ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് വട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴും എനിക്ക് തോന്നി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് തോന്നി. ഇന്നലെ എന്തോ മൈൻഡ് ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് തോന്നുന്നു വീണ്ടും വീണ്ടും അതന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത്. അപ്പം ഞാനും കഴിക്കട്ടെ കേട്ടോ. എനിക്ക് പൊറോട്ട ഒന്നും അത്ര ഇഷ്ടമില്ല കേട്ടോ. ഞാൻ ഒരു പൊറോട്ടയൊക്കെ കഴിക്കുള്ളൂ. കുഞ്ഞുവിന് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞു കഴിക്കും പൊറോട്ടയൊക്കെ, ഭയങ്കര ഇഷ്ടം, നന്നായി കഴിക്കും. എനിക്കും ആച്ചൂട്ടനും പൊറോട്ട ഒന്നും അത്ര ഇഷ്ടമില്ല, പക്ഷേ ചിക്കനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അത് ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ മയോണീസ് അതൊക്കെ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാനൊക്കെ പേടിയാട്ടോ. മയോണീസൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ധൈര്യമായിട്ട് കഴിക്കാം. എന്നിട്ട് ഞാൻ ഇന്നലെ വന്നപ്പോൾ അതിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ ഇത്തിരി മയോണീസ് ഇട്ടാ, അൽഫാമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് കഴിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊരു യുദ്ധം കഴിഞ്ഞിട്ട് എണിക്കാൻ വയ്യാതൊക്കെ ഓരോരുത്തർ ഇരിക്കുകയാണ്. അപ്പം ഞാനും അവിടെ ഇരുന്ന് നേരം കണ്ട് ഞാനൊരു പൊറോട്ട കഴിച്ചിട്ടുള്ളൂ, എനിക്ക് പറ്റില്ല കഴിക്കാൻ. കുഞ്ഞു കഴിച്ചു കേട്ടോ. അയ്യോ, ഞാൻ വീണ്ടും ആവർത്തിച്ചു, സോറി. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ വിറക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വിറക് വണ്ടിയിൽ വിൽക്കാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ വരിക, വണ്ടിയിൽ എങ്ങനെ വിറക് വിൽക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ പെട്ടി വണ്ടിയിൽ, പെട്ടി ഓട്ടോറിക്ഷയിൽ വിറക് വരും. കെട്ട് വിറകും ചാക്ക് വിറകും ഒക്കെ ആയിട്ട് വരും. ചാക്കിൽ നുറുങ്ങുകളൊക്കെ ഉണ്ടാവും, നല്ലോണം കത്തൂട്ട, എല്ലാ മരത്തിൻ്റെയും വിറകുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ചാക്കിന് 160 രൂപ, ഒരു കെട്ടിനും 160 രൂപയായിട്ടാണ് നമ്മൾ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വിറക് മേടിച്ചു, 2 കെട്ട് വിറകും ഒരു ചാക്ക് നുറുങ്ങും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ വിറകൊക്കെ വാങ്ങിച്ച് അവിടെ ഇനി നമ്മൾ അതൊക്കെ അടക്കി വെക്കണം, അത് ഉള്ളിൽ കൊണ്ടുപോയി വെക്കണം. മഴ ഇങ്ങനെ ചാറുണ്ടായിരുന്നു, വിറക് വരുമ്പോഴേ ചാറുണ്ടായിരുന്നു. പക്ഷെ അവർ വിറക് കൊണ്ടുവരുമ്പോൾ ഒരു ടാർപ്പായ പോലും ഇടാണ്ടാണ് കൊണ്ടുവരുന്നത്. വിറകിൻ്റെ മേലെ ഒരു ഷീറ്റ് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അത് മഴ കൊള്ളില്ല. പക്ഷെ അവർ മഴയത്ത് അങ്ങനെ കുതിർത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിനി അത് അടുപ്പിൻ്റെ അടിയിൽ വെച്ച് ചോറ് വെക്കൽ കഴിഞ്ഞ് അങ്ങനെ അടുപ്പിൻ്റെ മേലെ വാര വെച്ചിട്ട് കത്തൂട്ട. അപ്പോൾ ഒന്ന് വാടി കഴിഞ്ഞാൽ വേഗം കത്തണ വിറകാണ്, എല്ലാ വിറകുള്ള കാരണം കത്തിപ്പോവും. അങ്ങനെ ഞങ്ങളിതാ വിറകൊക്കെ മേടിച്ച് വന്നു. അപ്പോഴത്തേനും കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നു. അപ്പോൾ ഇതാ ആയിഷമോൾക്ക് ഉപ്പ പുട്ടും പപ്പടമായിരുന്നു കേട്ടോ അന്ന് ചായക്ക് കടി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ പൊറോട്ട കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും പുട്ടും കൂടി ഉണ്ടാക്കി ഇവർക്ക്. എന്നിട്ട് ഇതാ വാരി കൊടുക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഉപ്പ ഞാൻ പറഞ്ഞില്ലേ കൊഞ്ചിച്ചിട്ട് വഷളാക്കി വെച്ചേക്കാന്ന്. ചാരി ഉപ്പാടെ മേൽ കിടന്ന് ഉപ്പ തലോടി ഒക്കെയാണ് വാരി കൊടുക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വാരി കൊടുക്കണേനൊക്കെ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഉമ്മച്ചിക്ക് കുശുമ്പാന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അവർ വടക്കാഞ്ചേരി പോയി. കുഞ്ഞു ട്യൂഷന് പോയി. ഉപ്പച്ചി അങ്ങനെ വടക്കാഞ്ചേരിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയി. അപ്പം ഞാൻ അതുപോലെയൊക്കെ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ ചൂലായിട്ടും. അപ്പോൾ ഇന്നലെ മഴ ഉള്ളത് കൊണ്ട് നമ്മൾ ഉമ്മർത്താണ് തോരിട്ട്. ഇനി വെയിൽ തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും എടുത്തിട്ട് പുറത്തേക്ക് ഇടും കേട്ടോ. പക്ഷേ ശരിക്കും കാര്യമായിട്ടുള്ള വെയിലൊന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ തെറിക്കും, അങ്ങനെയാണ്. പിന്നെ ഇത് ഇടാനും എടുക്കാനും തന്നെ ഒരാൾ മെനക്കെട്ട് നിൽക്കണം. അതിൻ്റെ ഒരു മടി കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഉള്ളിൽ തന്നെ തോരട്ടേക്കാണ്.
അങ്ങനെ പിന്നെ വലിയ കാര്യമായിട്ട് ചെളി ഉണ്ടാവില്ല കേട്ടോ. ഇന്നും നാളെയും നല്ല ചെളി ഉണ്ടാവും വീട്ടിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളില്ലെങ്കിൽ കയറി ഇറങ്ങിയിട്ട് എപ്പോഴും ചെളി ഉണ്ടാവും കേട്ടോ. അവർ സ്കൂളില്ല എന്നുണ്ടെങ്കിൽ അകത്തൊന്നും അത്ര ചെളിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് വീഡിയോ പിടിക്കുന്ന ആൾ തീരെ ശരിയല്ല കേട്ടോ. ഇഷ്ടമോളാണ് വീഡിയോ പിടിക്കുന്നത്. അതാണ് കിടന്നിട്ട് ഇളക്കണത് കണ്ടോ. ക്യാമറ ഇട്ടിട്ട് ഇളക്കിയിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ തലവേദനിക്കും ഇങ്ങനെ കിടന്നിട്ട് ഇളക്കണത് കാണുമ്പോൾ. അവളാ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഇളകുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അങ്കോലയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ മുറ്റത്തിൻ്റെ കയറ്റി നോക്കിയപ്പോൾ ആകെ വഷളായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് മിറ്റടിക്കാം. ഇന്ന് മിറ്റടിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മിറ്റം കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് സമാധാനമില്ല. അപ്പോൾ ഞാനൊന്ന് മിറ്റും കൂടി അടിക്കാൻ വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് 2 ദിവസം കൂടുമ്പോഴപ്പോൾ മിറ്റടിക്കണുള്ളൂ. മഴ കാരണം. മഴ ഇല്ലെങ്കിൽ ഞാൻ ഡെയിലി അടിച്ചു വരും കേട്ടോ. മഴ ഉള്ള കാരണം ഞാൻ അടിക്കാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ പോവില്ല, കരടൊന്നും പോകണില്ല. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ കരടൊന്നുമില്ല. പക്ഷേ പുളിയുടെ ഇല ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണാത്ത കാരണമാണ്. അപ്പോൾ മിറ്റൊക്കെ 4 സൈഡും അടിച്ച് കഴിയുമ്പോഴേക്കും തന്നെ 11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അപ്പുറത്തെ സൈഡിലൊക്കെ ഈ എര കുത്തിയിട്ടുള്ള മണ്ണൊക്കെ ഉള്ള കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് നേരം എടുത്തിട്ടാണ് മിറ്റടിച്ചത്. പിന്നെ നമ്മുടെ തലേ ദിവസത്തെ കറികളും ചോറും ഒക്കെ ഉണ്ടാവും. ഇന്നലെ അൽഫാം വാങ്ങിയത് കാരണം ചോറ് ബാക്കിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതൊക്കെ തിളപ്പിച്ചൂറ്റി വെച്ചു. പിന്നെ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി വെച്ചു. അത് കാരണം പിന്നെ പണികൾ ഈ അടിച്ചുവാരലും തുടക്കൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ വടക്കാഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഈശമോള് ഭയങ്കര കരച്ചിൽ. പോകണ്ട പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഉപ്പ വീട്ടിലിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോണേന് ഭയങ്കര വാശി പിടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ കുടയൊന്നും കൊടുക്കണില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ കൊഞ്ചിച്ചിട്ട് തന്നെയാണ്. ഇനി പോകുമ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ഈ നിലയ്ക്ക് കരഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം ഉപ്പാക്ക് വീട്ടിലിരുന്നൂടെ, ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാവാറുണ്ടല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു അത്യാവശ്യ കാര്യമല്ലേ, അപ്പം അതിന് പോയല്ലേ പറ്റൂ. അപ്പോൾ അവൾ കിടന്നിട്ട് ഇങ്ങനെ കരയുന്നെ കേട്ടോ പോണേന്. പെണ്ണിൻ്റെ സ്വഭാവമൊക്കെ നാശാക്കി. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു. പിന്നെ പോകണ്ടോടത്തേക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഉപ്പയാണെങ്കിലോ കുട്ടികൾ കരയുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ പോവില്ല, അവിടെ തന്നെ നിൽക്കുള്ളൂ. പണ്ട് കുഞ്ഞു സ്കൂൾ നഴ്സറിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപ്പച്ചീനെ വിട്ട് കഴിഞ്ഞാൽ ഉപ്പച്ചിയും കരയും കുട്ടിയും കരയും. അവിടെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ഉപ്പച്ചിയുടെ കണ്ണൊക്കെ ചുമന്നിട്ടാണ് വരിക. അപ്പോൾ ടീച്ചർ തന്നെ എന്നിട്ട് എൻ്റെ അടുത്ത് പറയും കേട്ടോ, റഷീദിൻ്റെ കൂടെ കുട്ടീനെ വിടരുത്തിട്ട് ആ സീനത്തെ എന്താ പറയുക, അവർ രണ്ടുപേരും കരച്ചിലാണ് പറയും. അത്രയുള്ള ഉപ്പാടെ മനസ്സ്. പെട്ടെന്ന് തന്നെ കുട്ടികൾ കരയുന്നുണ്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സങ്കടം വരും കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പ പോയപ്പോൾ അവിടെ പോയിട്ട് നോക്കിയിട്ട് ടാറ്റ കൊടുത്തിട്ട് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ടാറ്റ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അപ്പോൾ അവിടെ പോയിട്ട് ടാറ്റ കൊടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ കുറച്ച് വീഡിയോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഉള്ളത് കൊണ്ട് ബോറടിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.